മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്ത് അടുത്ത വർഷം മുതൽ വിശ്രമ കേന്ദ്രമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പമ്പയിൽ അടുത്തിടെ ആരംഭിച്ച ഫെസിലിറ്റേഷൻ സെന്ററിന്റെ മാതൃകയിലാണ് പുതിയ കേന്ദ്രം തുടങ്ങുക. നമ്മൾ അനുഭവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവിടെ എത്തുന്ന സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പമ്പയിലായാലും ശബരിമലയിലായാലും കുഞ്ഞുണ്ണിന് വേണ്ടി എത്തുന്ന അമ്മമാർ, മറ്റ് സ്ത്രീകൾ, അവർക്ക് ഒരു പ്രത്യേക ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം ഞങ്ങൾ പുതുതായിട്ടത് പണി പൂർത്തിയാക്കി ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം നടത്തി. വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം തന്നെ പോലീസിനുമൊക്കെ ഒരു വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ നിരന്തരമായൊരു അഭ്യർത്ഥനയായിരുന്നു. കാരണം അവിടെ എത്തുന്ന വനിതകൾക്ക് ഒരു സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മല കയറി അവരെ അവിടെ ആക്കിയിട്ട് പിന്നെ മലയിലേക്ക് വരുന്ന ആളുകൾക്ക് അവരുടെ ഒരു ആങ്ഷൈറ്റി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇന്നലെ പമ്പയിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. അത് വലിയ വിജയമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സന്നിധാനത്ത് കൂടി മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുകയാണ്. അടുത്ത വർഷം അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് ഗൗരവമായി ആലോചിക്കുന്നത്. അതൊരു അനിവാര്യമാണെന്ന് തോന്നുന്നു. അത് പമ്പയിൽ അത് വിജയകരമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചിന്ത കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.